ഇന്ന് റിപ്പയറിന് വന്നിട്ടുള്ള ഐഫോൺ 14 പ്രോ മാക്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഫോൺ അപ്ഡേഷൻ ചെയ്തതോ മറ്റോ ഒന്നുമല്ല. ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗ്രീൻ ഡിസ്പ്ലേ എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. ഈ ഒരു ഡിസ്പ്ലേക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് വരാൻ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നും വളരെ കുറഞ്ഞ എക്സ്പെൻസിൽ ഈ ഒരു ഡിസ്പ്ലേ എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഫോൺ അയച്ച് ഫോണിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഈ ഒരു ഭാഗം ബേൺ ആയ രീതിയിലാണ് ഉണ്ടായിരുന്നത്. കണക്ഷൻ കട്ടായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ഇത് ഫോൺ അപ്ഡേഷൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല. ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ആയിട്ടും ഹാർഡ്വെയർ ആയിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട്. ഇവിടെ രണ്ട് രീതിയിൽ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കുമായിരുന്നു. ഒന്ന്, ഈ ഒരു സ്ട്രിപ്പ് പൂർണ്ണമായും റീപ്ലേസ് ചെയ്യുക. രണ്ടാമതായിട്ട് ഈ ഒരു സ്ട്രിപ്പ് റീപ്ലേസ് ചെയ്യാതെ തന്നെ ഇതിൽ തന്നെ ഈ ഒരു കണക്ഷൻ കട്ടായി പോയിട്ടുള്ള ബേണായി പോയിട്ടുള്ള കണക്ഷൻ റിപ്പയർ ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇവിടെ ഈ ഒരു ഡിസ്പ്ലേയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കണക്ഷൻ ബേണായി കട്ടായി പോയിട്ടുള്ളത്. ഞാൻ ആ ഒരു ഭാഗം മാത്രം സൂം ചെയ്ത് മൈക്രോസ്കോപ്പ് വഴി നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ കണക്ഷൻ കട്ടായിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു രീതിയിൽ കാണുന്നതാണ് ബേണായിട്ടുള്ള ഈ ഒരു ട്രാക്ക്. റിപ്പയർ ചെയ്ത ശേഷമുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ഈ കാണുന്ന കണ്ടക്റ്റീവ് പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ട്രാക്കുകൾ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് സ്ട്രിപ്പ് പൂർണ്ണമായും റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ പകുതി പോലും എക്സ്പെൻസ് വരുന്നില്ല. ഈ ഒരു ഡിസ്പ്ലേ വളരെ കുറഞ്ഞ എക്സ്പെൻസിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഐഫോൺ ആകട്ടെ ആൻഡ്രോയിഡ് ആകട്ടെ ഏതെങ്കിലും രീതിയിൽ കംപ്ലൈൻ്റ് ആയിട്ട് ബുദ്ധിമുട്ടുന്നവർക്കും വേങ്ങര ബസ് സ്റ്റാൻഡിനുള്ളിലുള്ള സൈബർ മൊബൈൽസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുന്നതിനുള്ള നമ്പർ, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്.